ബയോ കെമിസ്ട്രിയിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടീൻ മെറ്റബോളിസം ആണ്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം പ്രോട്ടീൻസിൻ്റെ ബേസിക് യൂണിറ്റ്സ് ആണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ മെറ്റബോളിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് അമിനോ ആസിഡ് മെറ്റബോളിസത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അമിനോ ആസിഡുകളെ കുറിച്ചും ദെൻ അമിനോ ആസിഡ് മെറ്റബോളിസത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അമിനോ ആസിഡ് മെറ്റബോളിസം. എങ്ങനെയാണ് ഈ അമിനോ ആസിഡുകളുടെ സിന്തസിസ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് അമിനോ ആസിഡ് സിന്തസിസ്. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് പറഞ്ഞ സമയത്ത് തന്നെ അമിനോ ആസിഡ്സിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആൻഡ് നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ സിന്തസിസിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണ് പ്രധാനമായിട്ടും 20 അമിനോ ആസിഡ്സ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിനെ സിന്തസൈസ് ചെയ്യാനുള്ള ഓർഗാനിസംസിൻ്റെ എബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിനെയും മൈക്രോ ഓർഗാനിസംസിനെയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവർ ഈ പറയുന്ന 20 അമിനോ ആസിഡ്സും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതായത് പ്ലാന്റ്സ് ആണെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിലും ഈ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതേസമയം മാമൽസ്, മറ്റ് ആനിമൽസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിൽ കുറച്ചെണ്ണത്തിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവരുടെ സെൽസിനകത്ത് വെച്ച് സിന്തസൈസ് ചെയ്യുന്നുള്ളൂ. ഇത്തരത്തിൽ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ്സിനെയാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം മറ്റ് ചില അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സ് നിർബന്ധമായിട്ടും ഈ ഓർഗാനിസംസിന് അവരുടെ ഡയറ്റിലൂടെ ലഭിച്ചിരിക്കണം. അതായത് ഫുഡിലൂടെ അവർക്ക് നിർബന്ധമായിട്ടും ലഭിച്ചിരിക്കേണ്ട അമിനോ ആസിഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അതായത് കുറച്ചെണ്ണം ബോഡി സിന്തസൈസ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. ബാക്കി നമുക്ക് ഫുഡിലൂടെ ലഭിക്കണം, ആ അമിനോ ആസിഡ്സിനെ നമ്മൾ എന്ത് പറയും, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐസോല്യൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെത്യോണിൻ, ഫിനൈൽ അലനിൻ, ത്രയോണിൻ, ട്രിപ്റ്റോഫാൻ, വാലിൻ, അർജിനിൻ, ഹിസ്റ്റിഡിൻ. ഇത്രയും അമിനോ ആസിഡ്സ് ആണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് അർജിനിൻ അതുപോലെ ഹിസ്റ്റിഡിൻ ആർ കൺസിഡേർഡ് എസെൻഷ്യൽ ഫോർ ഇൻഫൻസ്. ഇനി നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നവരാണ് അലനിൻ, പ്രോളിൻ, അസ്പരാജിൻ, അസ്പാർട്ടേറ്റ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിൻ, ഗ്ലൈസിൻ, സെറിൻ, ടൈറോസിൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അമിനോ ആസിഡ്സിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുള്ളത്, എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും. ഇനി നമ്മൾ അമിനോ ആസിഡ് സിന്തസിസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അമിനോ ആസിഡ്സിലെ കീ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഈ നൈട്രജൻ ആണ് നമ്മൾ ഈ അമിനോ ആസിഡ് സിന്തസിസിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു മിനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈട്രജൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അമോണിയം അയൺസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നൈട്രജനെ ഈ അമിനോ ആസിഡ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കാൻ പോകുന്നത്. ഇൻകോർപ്പറേറ്റിംഗ് നൈട്രജൻ ഇൻറ്റു അമിനോ ആസിഡ്സ്. അപ്പോൾ നമ്മൾ ഏതൊരു അമിനോ ആസിഡ് എടുത്താലും അതിലെ കീ കമ്പോണൻ്റ് ആണ് ആര്, ഈ പറയുന്ന നൈട്രജൻ. ഈ നൈട്രജൻ എവിടുന്നാണ് നമുക്ക് ഡിറൈവ് ചെയ്യുന്നത്, ഇത് അമോണിയം അയൺസ് ആണ് ഈ നൈട്രജൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമോണിയം അയൺസിൽ നിന്ന് നൈട്രജനെ നമ്മൾ ഈ പറയുന്ന അമിനോ ആസിഡ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതിന് പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് അമിനോ ആസിഡ്സ് ആണ്, ഒന്ന് ഗ്ലൂട്ടാമേറ്റും ഗ്ലൂട്ടാമിനും. അതായത് ഈ നൈട്രജൻ ഇൻകോർപ്പറേഷനിലെ സെൻട്രൽ മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് അമിനോ ആസിഡുകളാണ് ഗ്ലൂട്ടാമേറ്റ് ആൻഡ് ഗ്ലൂട്ടാമിൻ. ഇനി ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് പ്രിൻസിപ്പൽ പാത്വേസിലൂടെയാണ് ഇത് നടക്കുന്നത്. അതിലെ ഫസ്റ്റ് പാത്വേ ആണ് റിഡക്റ്റീവ് അമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റിഡക്റ്റീവ് അമിനേഷൻ വഴി ഈ നൈട്രജൻ ഇൻകോർപ്പറേഷൻ നടക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റും
അമോണിയയും തമ്മിൽ കമ്പൈൻ ചെയ്യാണ്. എന്തായിട്ട് മാറുന്നു? ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് പ്ലസ് അമോണിയം അയൺസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ എൻസൈമിൻ്റെ ഒരു പ്രത്യേകത, എൻസൈം ക്യാൻ യൂസ് ഐദർ NADH ഓർ NADPH. രണ്ടും യൂസ് ചെയ്യും. ഒന്നുകിൽ NADH അല്ലെങ്കിൽ NADPH. അപ്പോൾ ഇതിൻ്റെ പ്രസൻസിലാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് അമോണിയമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നത്? ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നത്. ലൊക്കേഷൻ മൈറ്റോകോൺട്രിയാണ്. അപ്പോൾ നമ്മൾ യൂക്കാരിയോട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ഈ റിഡക്റ്റീവ് അമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. എൻസൈമാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രജനേസ്. ഈ എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ റിയാക്ഷൻ. ഇതാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. ഇത് അമോണിയം അയൺ. എൻസൈം ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രജനേസ്. ഒന്നുകിൽ NADH അല്ലെങ്കിൽ NADPH. എന്തായിട്ട് മാറുന്നു? ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ആയിട്ട് അത് മാറുന്നു. അപ്പോൾ ഈ അമോണിയം അയണിൽ നിന്നും ഈ നൈട്രജൻ ആറ്റം ഈ പറയുന്ന അമിനോ ആസിഡിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ അമോണിയ അയൺസിൽ നിന്ന് നൈട്രജൻ ആറ്റം അമിനോ ആസിഡിൻ്റെ ഭാഗമായിട്ട്, അതായത് അമിനോ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതോടുകൂടി ഇവിടെ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അവിടെ ഫോം ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രോസസ്സിൽ ഗ്ലൂട്ടാമേറ്റും ഗ്ലൂട്ടാമിനുമാണ് കീ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു. അതായത് മെജോറിറ്റി ഓഫ് അമിനോ ആസിഡ്സിനും അമിനോ ഗ്രൂപ്പ് ഡോണറായിട്ട് ആക്ട് ചെയ്യുന്ന അമിനോ ആസിഡാണ് ആര്? ഗ്ലൂട്ടാമേറ്റ്. അപ്പോൾ ഈ ഗ്ലൂട്ടാമേറ്റ് ഫോം ചെയ്തതിന് ശേഷം ഈ ഗ്ലൂട്ടാമേറ്റ് ആണ് പിന്നീട് ട്രാൻസാമിനേഷൻ റിയാക്ഷൻ വഴി അമിനോ ഗ്രൂപ്പ് മറ്റ് അമിനോ ആസിഡുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂട്ടാമേറ്റും ഗ്ലൂട്ടാമിനുമാണ് കീ മോളിക്യൂൾസ് എന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് ഫോർമേഷൻ ഓഫ് ഗ്ലൂട്ടാമിൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഗ്ലൂട്ടാമേറ്റ് ഫോം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോർമേഷൻ ഓഫ് ഗ്ലൂട്ടാമിൻ. ഗ്ലൂട്ടാമേറ്റിൻ്റെ ഒരു അമൈഡാണ് ഈ പറയുന്ന ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത്. ആദ്യം റിയാക്ഷൻ നോക്കുക. ഗ്ലൂട്ടാമേറ്റ് പ്ലസ് അമോണിയം അയൺസ്. അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് ഫസ്റ്റ് റിയാക്ഷനിൽ ഫോം ചെയ്തു. ഗ്ലൂട്ടാമേറ്റ് പ്ലസ് അമോണിയം അയൺസ്, പ്രസൻസ് ഓഫ് ATP ആണ്, എന്തായിട്ട് മാറുന്നു? ഗ്ലൂട്ടാമിനും ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് എന്ന് പറയുന്നത്. ഈ ATP ആണ് ഇവിടെ ഫോസ്ഫോറിലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു ATP മോളിക്യൂൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ATP ആണ് ഈ ഗ്ലൂട്ടാമേറ്റ്സിൻ്റെ സൈഡ് ചെയിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ആ റിയാക്ഷൻ നോക്കാം. ഇതാണ് ആ കെമിക്കൽ റിയാക്ഷൻ. ഇതാണ് നമ്മുടെ ഗ്ലൂട്ടാമേറ്റ് മോളിക്യൂള്. അമോണിയം അയൺസ്, എൻസൈം ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ്, ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂളായിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രോസസ്സായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ പാത്വേ ആണ് GS-GO-GAT സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു പാത്വേ ആണ്. അതിൽ GS എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എൻസൈം തന്നെയാണ്, ഗ്ലൂട്ടാമിൻ സിന്തേസ് എന്ന് പറയുന്നത്. GO-GAT എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിൻ ഓക്സോ ഗ്ലൂട്ടറേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്. അതിനെയാണ് നമ്മൾ GO-GAT എന്ന് പറയുന്നത്. ഗ്ലൂട്ടാമേറ്റ് സിന്തേസ് എന്നും പറയാറുണ്ട്. ആ എൻസൈമിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് GO-GAT, ഗ്ലൂട്ടാമിൻ ഓക്സോ ഗ്ലൂട്ടറേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സ്പെഷ്യൽ പാത്വേ ആണ്. അപ്പോൾ ഇത് 2 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ സ്റ്റെപ്പാണ്. ഈ ഗ്ലൂട്ടാമിൻ സിന്തേസ് എന്ത് ചെയ്യുന്നു? ഗ്ലൂട്ടാമേറ്റുമായിട്ട് ഈ അമോണിയെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇതെന്തായിട്ട് മാറുന്നു? ഒരു ഗ്ലൂട്ടാമിനായിട്ട് മാറുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഈ GO-GAT എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫേഴ്സ് ദി അമൈഡ് ഗ്രൂപ്പ് ഫ്രം ഗ്ലൂട്ടാമിൻ. ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഗ്ലൂട്ടാമിൻ ഉണ്ട്. ആ ഗ്ലൂട്ടാമിനിൽ നിന്നും അമൈഡ് ഗ്രൂപ്പിനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിന് ട്രാൻസ്ഫർ ചെയ്യാണ്. ദെൻ അതിൻ്റെ ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂട്ടാമേറ്റ്. ഈ പറയുന്ന 2 മോളിക്യൂള് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് നോക്കാം. ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ GS-GO-GAT
സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഈ ഗ്ലൂട്ടാമേറ്റ് എന്ത് ചെയ്യുന്നു, ഈ GSന്റെ പ്രസൻസിൽ അമോണിയ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ഗ്ലൂട്ടാമിനായിട്ട് മാറുന്നു. ദെൻ ഈ ഗ്ലൂട്ടാമിൻ GOGATയുടെ ഹെൽപ്പോട് കൂടി 2-ഓക്സോ ഗ്ലൂട്ടറേറ്റിന് ഈ അമൈഡ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് 2 മോളിക്യൂള് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പ്ലാന്റ്സിൽ കാണുന്ന ഒരു സ്പെഷ്യൽ സൈക്കിളാണ് ഈ GOGAT സൈക്കിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. പ്രധാനമായിട്ടും ആ 2 പ്രോസസ്സ്, നമ്മൾ ആദ്യം പറഞ്ഞ 2 പ്രോസസ്സ് വഴിയാണ് അമിനോ ആസിഡ് സിന്തസിസ് പ്രധാനമായിട്ടും നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസാമിനേഷൻ റിയാക്ഷൻസ് ആണ്, ദി അമിനോ ഗ്രൂപ്പ് ഷഫിൾ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അമോണിയയിലെ നൈട്രജൻ ആറ്റം എങ്ങനെയാണ് അമിനോ ആസിഡ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ട് അവിടെ ഫോം ചെയ്യുന്നത് ഗ്ലൂട്ടാമേറ്റും ഗ്ലൂട്ടാമിൻ പോലെയുള്ള അമിനോ ആസിഡ്സ് ആണ്. ഇനി എന്ത് ചെയ്യണം, ഈ അമിനോ ആസിഡ്സിലുള്ള അമിനോ ഗ്രൂപ്പിനെ മറ്റ് അമിനോ ആസിഡ്സിൻ്റെ ഭാഗമാക്കി മാറ്റണം. അപ്പോൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വേണം മറ്റ് പുതിയ അമിനോ ആസിഡുകൾ ഫോം ചെയ്യാൻ. അവിടെ നടക്കുന്ന റിയാക്ഷനാണ് ഈ പറയുന്ന ട്രാൻസാമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ട്രാൻസാമിനേഷൻ. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ട്രാൻസ്ഫേഴ്സ് ആൻ അമിനോ ഗ്രൂപ്പ് ഫ്രം വൺ അമിനോ ആസിഡ് ടു ആൻ എ കീറ്റോ ആസിഡ്. അപ്പോൾ അമിനോ ഗ്രൂപ്പിന് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒരു അമിനോ ആസിഡ് ഈ അമിനോ ഗ്രൂപ്പിനെ മറ്റൊരു ആൽഫ കീറ്റോ ആസിഡിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ആ കീറ്റോ ആസിഡിന് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി അവിടെ പുതിയൊരു അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ പുതിയൊരു കീറ്റോ ആസിഡും ഫോം ചെയ്യും. അതായത് ഈ അമിനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന അമിനോ ആസിഡ് പുതിയൊരു കീറ്റോ ആസിഡ് ആയിട്ട് മാറും. അതേസമയം ആ അമിനോ ഗ്രൂപ്പിനെ റിസീവ് ചെയ്യുന്ന കീറ്റോ ആസിഡ് എന്ത് ചെയ്യും, അത് മറ്റൊരു പുതിയ അമിനോ ആസിഡ് ആയിട്ടും മാറും. അപ്പോൾ ഇതിനെ ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് അമിനോ ട്രാൻസ്ഫറേസസ് അല്ലെങ്കിൽ ട്രാൻസാമിനേസസ് എന്ന് പറയും. ഒരുപാട് തരത്തിലുള്ള ട്രാൻസാമിനേസസ് ഉണ്ട്. ഓരോന്നും അമിനോ ഗ്രൂപ്പിനും കീറ്റോ ഗ്രൂപ്പിനൊക്കെ അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടായിരിക്കും ഈ ഓരോ എൻസൈംസും ആക്ട് ചെയ്യുന്നത്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് അമിനോ ട്രാൻസ്ഫറേസസ് അല്ലെങ്കിൽ ട്രാൻസാമിനേസസ്. ഇനി ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂളാണ് പിരിഡോക്സാൽ 5-ഫോസ്ഫേറ്റ്, PLP എന്ന് പറയും. വിറ്റാമിൻ B6ന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് പിരിഡോക്സാൽ 5-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ. നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കത്. ട്രാൻസാമിനേസസിൽ കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂളാണ് PLP അല്ലെങ്കിൽ പിരിഡോക്സാൽ 5-ഫോസ്ഫേറ്റ്. ഇറ്റ് ഈസ് കോവാലൻ്റ്ലി ബൗണ്ട് ടു ദി എൻസൈം ആൻഡ് ആക്ട് ആസ് എ ടെമ്പററി കാരിയർ ഓഫ് ദി അമിനോ ഗ്രൂപ്പ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ അമിനോ ഗ്രൂപ്പിൻ്റെ ഒരു ടെമ്പററി കാരിയർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ PLP മോളിക്യൂള് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് ഈ അമിനോ ഗ്രൂപ്പിനെ ഈ കോഎൻസൈം ക്യാരി ചെയ്തതിന് ശേഷമാണ് പിന്നീട് മറ്റ് ആരാണോ അതിനെ റിസീവ് ചെയ്യുന്ന കീറ്റോ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. എന്താണ് ട്രാൻസാമിനേഷൻ റിയാക്ഷൻ, ആരൊക്കെ തമ്മിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്, എൻസൈം ഏതാണ്, കോഎൻസൈം ഏതാണ് നോക്കാം. ഇനി നമുക്ക് റിയാക്ഷൻ നോക്കാം. ഒരു ട്രാൻസാമിനേഷൻ റിയാക്ഷനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതൊരു അമിനോ ആസിഡാണ്, അമിനോ ആസിഡ് 1. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ആൽഫ കീറ്റോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അമിനോ ആസിഡും ഒരു കീറ്റോ ആസിഡും തമ്മിലാണല്ലോ ഈ അമിനോ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. എൻസൈം ഏതാണ്, ട്രാൻസാമിനേസ് അല്ലെങ്കിൽ അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറയും. ദെൻ ഈ അമിനോ ആസിഡിൽ നിന്ന് അമിനോ ഗ്രൂപ്പിനെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, ഒരു കീറ്റോ ആസിഡിന് ട്രാൻസ്ഫർ ചെയ്യാണ്. അത്തരത്തിൽ ആ കീറ്റോ ആസിഡിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ അമിനോ ആസിഡ് എന്തായിട്ട് മാറും, ഒരു കീറ്റോ ആസിഡായിട്ടും അതുപോലെ ഈ കീറ്റോ ആസിഡ് എന്തായിട്ട് മാറുകയാണ്, അമിനോ ആസിഡായിട്ടും മാറും. അതായത് അമിനോ ആസിഡ് അമിനോ ഗ്രൂപ്പിനെ കീറ്റോ ആസിഡിന് കൈമാറുകയാണ്. അങ്ങനെ ഈ കീറ്റോ ആസിഡ് എന്ത് ചെയ്യുന്നു, അതൊരു പുതിയ അമിനോ ആസിഡായിട്ട് മാറുന്നു. ആ അമിനോ ആസിഡ് അമിനോ ഗ്രൂപ്പിനെ കൈമാറിയ അമിനോ ആസിഡ് പുതിയൊരു ആൽഫ കീറ്റോ ആസിഡായിട്ടും മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരം റിയാക്ഷനെയാണ് നമ്മൾ ട്രാൻസാമിനേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ കോഎൻസൈമാണ് പിരിഡോക്സാൽ ഫോസ്ഫേറ്റ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്രാൻസാമിനേസിന് ഒരു എക്സാമ്പിളാണ് അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ് എന്ന് പറയുന്ന എൻസൈം.
ഈ അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ് കാറ്റലൈസ് ചെയ്യുന്ന ഒരു ട്രാൻസാമിനേഷൻ റിയാക്ഷനാണ് അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് അസ്പാർട്ടേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ്. ഈ അസ്പാർട്ടേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാണ്. എൻസൈം അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ്, കോഎൻസൈം പിരിഡോക്സാൽ ഫോസ്ഫേറ്റ്. ഇനി എന്തൊക്കെയായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നു? ഈ അസ്പാർട്ടേറ്റിലെ ഇതാണ് അതിൻ്റെ അമിനോ ഗ്രൂപ്പ്. ഈ അമിനോ ഗ്രൂപ്പിനെ ആർക്ക് കൈമാറുകയാണ്? ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റിന് ട്രാൻസ്ഫർ ചെയ്യാണ്. ദെൻ അതോടുകൂടി ഈ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് മറ്റൊരു പുതിയ അമിനോ ആസിഡ് ആയിട്ട് മാറി ഗ്ലൂട്ടാമേറ്റ്. അതായത് അമിനോ ഗ്രൂപ്പ് ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതോടുകൂടി ഈ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് എന്തായിട്ട് മാറുന്നു? ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നു. ഈ അസ്പാർട്ടേറ്റ് ഓക്സാലോ അസറ്റേറ്റ് ആയിട്ടും മാറി. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഒരു ട്രാൻസാമിനേഷൻ റിയാക്ഷൻ ഒരു എക്സാമ്പിളാണ് അപ്പോൾ നമ്മളിവിടെ കാണിച്ചത്. പ്രധാനപ്പെട്ട ഒരു ട്രാൻസാമിനേസ് ആണ് ഈ അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കുക. സ്പെസിഫിസിറ്റിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് പലതരത്തിലുള്ള അമിനോ ട്രാൻസ്ഫറേസസ് കാണപ്പെടുന്നുണ്ട്. അതായത് അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണോ ആ അമിനോ ആസിഡ് മാറുന്നതിനനുസരിച്ച് അമിനോ ട്രാൻസ്ഫറേസസും മാറും. അതായത് ഈ എൻസൈമും ഈ അമിനോ ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? സ്പെസിഫിക് ആയിരിക്കും. ഇത്തരത്തിൽ ഒരുപാട് അമിനോ ട്രാൻസ്ഫറേസസ് ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും അമിനോ ഗ്രൂപ്പ് ഡോണറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അമിനോ ആസിഡാണ് നമ്മുടെ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. ഗ്ലൂട്ടാമേറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ അമിനോ ഗ്രൂപ്പ് ഡോണർ. The amino group from many amino acids is funneled into a alpha ketoglutarate to form glutamate. അതായത് മറ്റ് പല അമിനോ ആസിഡ്സിൽ നിന്നും അമിനോ ഗ്രൂപ്പ് ഫണൽ ചെയ്ത്, അതായത് ട്രാൻസ്ഫർ ചെയ്ത് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റിന് കൈമാറി എന്തായിട്ടാണ് മാറുന്നത്? ഗ്ലൂട്ടാമേറ്റ് ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമിനോ ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റോർ ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അമിനോ ആസിഡാണ് ആര്? ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കുക. ഈ റിയാക്ഷൻസ് എല്ലാം എന്താണ്? റെഡ്ലി റിവേഴ്സിബിൾ ആണ്. ഇനി ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇപ്പം ലൈസിൻ, ത്രയോണിൻ ആൻഡ് പ്രോളിൻ ഈ 3 അമിനോ ആസിഡ്സും ട്രാൻസാമിനേഷൻ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പം ആ 3 പേരുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ലൈസിൻ, ത്രയോണിൻ ആൻഡ് പ്രോളിൻ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ട്രാൻസാമിനേഷൻ റിയാക്ഷൻസ്. അപ്പോൾ ട്രാൻസാമിനേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ സ്കെലിറ്റൺസ് ആൻഡ് ബയോസിന്തറ്റിക് ഫാമിലീസ് ആണ്. ഇപ്പം എങ്ങനെയാണ് അമിനോ ഗ്രൂപ്പ് ഈ പറയുന്ന അമിനോ ആസിഡ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ആദ്യം ഈ നൈട്രജൻ ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻകോർപ്പറേറ്റ് ചെയ്ത് അമിനോ ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. പിന്നീട് ട്രാൻസാമിനേഷൻ റിയാക്ഷൻസ് വഴി എന്ത് ചെയ്യുന്നു? ഓരോ അമിനോ ആസിഡിൽ നിന്നും മറ്റ് പുതിയ അമിനോ ആസിഡുകൾ ഫോം ചെയ്യുന്നു. ദെൻ അവിടെ ഈ അമിനോ ഗ്രൂപ്പ് മാത്രം പോരാ, നമുക്ക് എന്തുകൂടി വേണം? ഒരു അമിനോ ആസിഡിൻ്റെ സിന്തസിസ് നടക്കണമെങ്കിൽ അവിടെ ഈ ഒരു കാർബൺ സ്കെൽട്ടൺ ഫോം ചെയ്യണം. എങ്ങനെയാണ് ഈ കാർബൺ സ്കെൽട്ടൺ ഫോം ചെയ്യുന്നതെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ദി കാർബൺ സ്കെൽട്ടൺസ് ഫോർ അമിനോ ആസിഡ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം കോമൺ മെറ്റബോളിക് ഇൻ്റർമീഡിയേറ്റ്സ്. അതായത് നമ്മൾ കുറേ മെറ്റബോളിക് പാത്വേസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കാണപ്പെടുന്ന പല മെറ്റബോളിക് പാത്വേയിലെയും ഇൻ്റർമീഡിയേറ്റ്സിൽ നിന്നാണ് ഈ പറയുന്ന അമിനോ ആസിഡ്സിൻ്റെ കാർബൺ സ്കെൽട്ടൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏത് പ്രീകർസറിൽ നിന്നാണോ ഈ അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അമിനോ ആസിഡ്സിനെ 6 ഫാമിലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആരാണോ ആ അമിനോ ആസിഡിൻ്റെ പ്രീകർസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അമിനോ ആസിഡ്സിനെ എത്ര ഫാമിലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? 6 ഫാമിലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ ആണ് ഗ്ലൂട്ടാമേറ്റ് ഫാമിലി. അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് ഫാമിലിയിൽ വരുന്ന അമിനോ ആസിഡ്സ് ആണ് ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിൻ, പ്രോളിൻ, അർജിനിൻ. ഇതെല്ലാം ഏത് ഫാമിലിയിലാണ്? ഗ്ലൂട്ടാമേറ്റ് ഫാമിലിയിലാണ് വരുന്നത്. ഇതിലെ പ്രീകർസർ എന്ന് പറയുന്നത് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആണ്. നമ്മുടെ TCA സൈക്കിളിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ഈ പറയുന്ന ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്നത്. ഈ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റിൽ നിന്നാണ് ഗ്ലൂട്ടാമേറ്റ് ഫാമിലിയിൽ വരുന്ന അമിനോ ആസിഡ്സ് എല്ലാം ഫോം ചെയ്യുന്നത്. ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിൻ, പ്രോളിൻ, അർജിനിൻ. സെക്കൻഡ് വൺ സെറിൻ ഫാമിലി. സെറിൻ ഫാമിലിയിൽ വരുന്നത് സെറിൻ,
ഗ്ലൈസിൻ, സിസ്റ്റീൻ. ഈ 3 അമിനോ ആസിഡ്സ് ആണ് സെറിൻ ഫാമിലിയിൽ വരുന്നത്. പ്രീകർസർ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. നമ്മൾ ഗ്ലൈക്കോളിസിസ് പാത്വേയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള 3-ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്നാണ് സെറിൻ ഫാമിലിയിൽ വരുന്ന അമിനോ ആസിഡ്സ് എല്ലാം ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫാമിലി അസ്പാർട്ടേറ്റ് ഫാമിലി. അസ്പാർട്ടേറ്റ് ഫാമിലിയിൽ വരുന്നത് അസ്പാർട്ടേറ്റ്, അസ്പരാജിൻ, ലൈസിൻ, മെത്യോണിൻ, ത്രയോണിൻ. ഇത്രയും അമിനോ ആസിഡ്സ് വരുന്നത് അസ്പാർട്ടേറ്റ് ഫാമിലിയിലാണ്. പ്രീകർസർ ഓക്സാലോ അസറ്റേറ്റ് ആണ്. നമ്മൾ TCA സൈക്കിളിലെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഓക്സാലോ അസറ്റേറ്റ് ആണ് ഇതിൻ്റെ പ്രീകർസറായിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പൈറുവേറ്റ് ഫാമിലി. ഇതിനകത്ത് വരുന്നത് അലനിൻ, വാലിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ. പ്രീകർസർ പൈറുവേറ്റ് ആണ്. നെക്സ്റ്റ് വൺ ആരോമാറ്റിക് ഫാമിലി. ഫിനൈൽ അലനിൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഈ 3 ആരോമാറ്റിക് ഫാമിലിയിൽ വരുന്നത്. പ്രീകർസർ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആൻഡ് എറിത്രോസ് 4-ഫോസ്ഫേറ്റ്. ഗ്ലൈക്കോളിസിസിലെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റും പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള എറിത്രോസ് 4-ഫോസ്ഫേറ്റുമാണ് ഈ പറയുന്ന ഫിനൈൽ അലനിനും ടൈറോസിനും ട്രിപ്റ്റോഫാനും ഫോം ചെയ്യും. ദെൻ ഹിസ്റ്റിഡിൻ ഫാമിലി. ഹിസ്റ്റിഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ് ഇതിനകത്ത് വരുന്നത്. പ്രീകർസർ റൈബോസ് 5-ഫോസ്ഫേറ്റ്. നമ്മുടെ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് റൈബോസ് 5-ഫോസ്ഫേറ്റ്. ഇതാണ് ഹിസ്റ്റിഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ പ്രീകർസറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് മോളിക്യൂളിൽ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന 6 ഫാമിലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അമിനോ ആസിഡ് സിന്തസിസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് അമിനോ ആസിഡ്സിൻ്റെ സിന്തസിസ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മെറ്റബോളിസത്തിലെ സെക്കൻഡ് ഫേസ് ആണ് അമിനോ ആസിഡ് കാറ്റബോളിസം. എങ്ങനെയാണ് അമിനോ ആസിഡ്സിൻ്റെ കാറ്റബോളിസം നടക്കുന്നത്? അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റേജസ് ഒന്ന് നോക്കാം. ദി ബ്രേക്ക് ഡൗൺ ഓഫ് അമിനോ ആസിഡ്സ് ഇൻവോൾവ്സ് 3 കോമൺ സ്റ്റേജസ്. അതായത് അമിനോ ആസിഡ്സിൻ്റെ കാറ്റബോളിസം പ്രധാനമായിട്ടും 3 സ്റ്റേജസിലൂടെയാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ, റിമൂവൽ ഓഫ് ദി ആൽഫ അമിനോ ഗ്രൂപ്പ്, ഡിസ്പോസൽ ഓഫ് നൈട്രജൻ, മെറ്റബോളിസം ഓഫ് ദി കാർബൺ സ്കെൽട്ടൺ. അപ്പോൾ 3 സ്റ്റേജസ് ഒന്ന് ശ്രദ്ധിക്കുക. റിമൂവൽ ഓഫ് ദി ആൽഫ അമിനോ ഗ്രൂപ്പ്, അതായത് അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാണ് നമ്മൾ ഡീഅമിനേഷൻ എന്ന് പറയുക പ്രോസസ്സിനെ. ദെൻ ഡിസ്പോസൽ ഓഫ് നൈട്രജൻ, ആ നൈട്രജനെ ഡിസ്പോസ് ചെയ്യാണ്, അതായത് ഈ അമോണിയയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പിന്നീട് അതിനെന്താക്കി മാറ്റുന്നു, യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ മെറ്റബോളിസം ഓഫ് കാർബൺ സ്കെൽട്ടൺ. ഈ അമിനോ ഗ്രൂപ്പ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ആരാണ്? കാർബൺ സ്കെൽട്ടൺ ആണ്. ആ കാർബൺ സ്കെൽട്ടൺ എങ്ങനെ ഫോം ചെയ്യുന്നതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇനി ഈ കാർബൺ സ്കെൽട്ടൻ്റെ മെറ്റബോളിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ കാർബൺ സ്കെൽട്ടൺ എന്ത് ചെയ്യുന്നു? മറ്റ് മെറ്റബോളിക് ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പൈറുവേറ്റ് ആയിട്ടും അസറ്റൈൽ കോഎൻസൈം എ ആയിട്ടും TCA സൈക്കിൾ ഇൻ്റർമീഡിയറ്റ്സ് ഒക്കെ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 സ്റ്റേജസ് ഒന്ന് ഓർക്കുക. ഫസ്റ്റ് വൺ, റിമൂവൽ ഓഫ് ദി ആൽഫ അമിനോ ഗ്രൂപ്പ്. നടക്കുന്നത് ഡീഅമിനേഷൻ പ്രോസസ്സ് വഴിയാണ്. ഇവിടെ 2 റിയാക്ഷൻ നടക്കുന്നുണ്ട്, ട്രാൻസാമിനേഷനും അതുപോലെ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷനും വഴിയാണ് ഈ അമിനോ ഗ്രൂപ്പിൻ്റെ റിമൂവൽ നടക്കുന്നത്. ഈ അമിനോ ഗ്രൂപ്പിനെ ഡീഅമിനേഷൻ വഴി റിമൂവ് ചെയ്യുന്നതോടുകൂടിയാണ് അമോണിയയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അമിനോ ഗ്രൂപ്പിൻ്റെ റിമൂവൽ വഴി, അതായത് ഡീഅമിനേഷൻ വഴി എന്ത് ഫോം ചെയ്യുന്നു? അമോണിയ ഫോം ചെയ്യും. ഈ അമോണിയം അയൺസ് ആണ് NH4+ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നൈട്രജൻ്റെ ഡിസ്പോസലാണ് ഇൻകോർപ്പറേഷൻ ഓഫ് അമോണിയ ഇൻറ്റു യൂറിയ ഫോർ എക്സ്ക്രീഷൻ. യൂറിയ സൈക്കിളിൻ്റെ ഹെൽപ്പോട് കൂടി അമോണിയ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ദെൻ മെറ്റബോളിസം ഓഫ് കാർബൺ സ്കെൽട്ടൺ. ദി റിമൈനിങ് കാർബൺ സ്കെൽട്ടൺ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു metabolic intermediates like pyruvate, acetyl coenzyme A and other TCA cycle intermediates for energy production or gluconeogenesis. അതായത് ഈ കാർബൺ സ്കെൽട്ടൺ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്ലൂക്കോനിയോജനറ്റിക് പാത്വേയിലേക്കോ എൻട്രി ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ പറഞ്ഞ അമിനോ ആസിഡ് കാറ്റബോളിസത്തിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഡയറ്ററി പ്രോട്ടീൻസ് ഉണ്ടാവും, അതുപോലെ ടിഷ്യുലാർ പ്രോട്ടീൻസ് ഉണ്ടാവും. ഇതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്താണ് എന്ത് ഫോം ചെയ്യുന്നത്? അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നത്. ദെൻ ഈ അമിനോ ആസിഡ്സിൽ ട്രാൻസാമിനേഷൻ, ഡിയാമിനേഷൻ, ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട റിയാക്ഷൻസ്. ദെൻ ഡീകാർബോക്സിലേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ രണ്ട് റിയാക്ഷൻ വഴിയാണ് ഇത് അമോണിയായിട്ടും കാർബൺ സ്കെൽട്ടൺ ആയിട്ടും മാറുന്നത്. ഈ അമോണിയ യൂറിയ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്താണ് യൂറിയ ആയിട്ട് മാറുന്നു. അതിനെ നമ്മൾ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഈ കാർബൺ സ്കെൽട്ടൺ ഫാറ്റി ആസിഡ് സിന്തസിസ് വഴി ഫാറ്റി ആസിഡ്സിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഗ്ലൂക്കോനിയോജനിസിസ് വഴി ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. കീറ്റോജനിസിസ് വഴി കീറ്റോൺ ബോഡീസ് ആയിട്ട് മാറുന്നു. TCA സൈക്കിളിലേക്ക് എൻ്റർ ചെയ്ത് ATP പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കൊളസ്ട്രോൾ സിന്തസിസ് പോലെയുള്ള മോളിക്യൂൾസിൻ്റെ സിന്തസിസിനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആരുടെ കാറ്റബോളിസം നടക്കുന്നത്? അമിനോ ആസിഡ്സിൻ്റെ കാറ്റബോളിസം നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് വരാം. ഫസ്റ്റ് വൺ, അമിനോ ആസിഡ് ഡീഅമിനേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഡീഅമിനേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ട്രാൻസാമിനേഷൻ നടന്നതിന് ശേഷമാണ് എന്ത് നടക്കുക? ഈ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് എന്തായിരിക്കും? ട്രാൻസാമിനേഷൻ ആയിരിക്കും. കാരണം അമിനോ ഗ്രൂപ്പ്, മറ്റ് പല അമിനോ ആസിഡ്സിൽ നിന്ന് ഈ അമിനോ ഗ്രൂപ്പ് എന്ത് ചെയ്യണം? നമ്മുടെ മേജർ അമിനോ ആസിഡ് ആയിട്ടുള്ള, മേജർ സോഴ്സ് ആയിട്ടുള്ള ഈ ഗ്ലൂട്ടാമേറ്റിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഓരോ അമിനോ ആസിഡ്സിൽ ഈ പറയുന്ന അമിനോ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഈ വ്യത്യസ്ത അമിനോ ആസിഡുകളിൽ കാണപ്പെടുന്ന അമിനോ ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? ഫണൽ ചെയ്ത് എന്തായിട്ട് മാറുകയാണ്? നമ്മുടെ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ആയിട്ട് മാറുകയാണ്. അതാണ് ട്രാൻസാമിനേഷൻ റിയാക്ഷനിൽ നടക്കുന്നത്. അത് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്താണ്. ഇനി നമ്മളത് വീണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്പാർട്ടേറ്റിൽ നിന്ന് ഈ അമിനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കീറ്റോ ആസിഡ് എന്തായിട്ട് മാറുന്നത്? ഗ്ലൂട്ടാമേറ്റ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്ത് വെക്കുക, എന്താണ്? ട്രാൻസാമിനേഷൻ ആണ്. ഫണൽസ് അമിനോ ഗ്രൂപ്പ്സ് ഫ്രം വേരിയസ് അമിനോ ആസിഡ്സ് ഇൻ ടു ഗ്ലൂട്ടാമേറ്റ്. ഇനി നമ്മൾ ഡീഅമിനേഷനിലേക്ക് വരികയാണ്. ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ. അപ്പോൾ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളത്. ഡീഅമിനേഷൻ ബൈ ലിബറേറ്റിംഗ് അമോണിയ ഫ്രം ആൻ അമിനോ ആസിഡ്. അതായത് അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ആ അമിനോ ഗ്രൂപ്പ് എന്തായിട്ടാണ് മാറുന്നത്? അമോണിയ ആയിട്ട് മാറുകയാണ്. അമിനോ ആസിഡിലെ അമിനോ ഗ്രൂപ്പിനെ ഡീഅമിനേഷൻ പ്രോസസ്സ് വഴി ഈ പറയുന്ന അമോണിയ ആയിട്ട് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്നത്. എൻസൈമിൻ്റെ പേര് ഓർക്കുക. ഡീഅമിനേഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രജനേസ്. ഇനി റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗ്ലൂട്ടാമേറ്റ് പ്ലസ് NAD ഓർ NADP രണ്ടും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് പ്ലസ് അമോണിയ പ്ലസ് NADPH. റിയാക്ഷൻ ഒന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റിയാക്ഷൻ തന്നെയാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാമേറ്റ്. അതായത് അമിനോ ആസിഡ്സിൽ നിന്നും അമിനോ ഗ്രൂപ്പ് ട്രാൻസാമിനേഷൻ വഴി ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്? ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ദെൻ ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡിലാണ് ഈ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനകത്തെ അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എൻസൈം ഏതാണ്? ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രജനേസ് ആണ് എൻസൈം. ദെൻ ഈ എൻസൈമിൻ്റെ പ്രസൻസിൽ ഇതെന്തായിട്ട് മാറുകയാണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിട്ട് മാറുകയാണ്. ആ സമയത്ത് ആര് റിലീസ് ചെയ്യപ്പെടുന്നു? ഇതിനകത്തെ അമിനോ ഗ്രൂപ്പ് അമോണിയം അയണായിട്ട് അവിടെ റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡീഅമിനേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ. ഇനി നമ്മളിതിൻ്റെ റെഗുലേഷനും കൂടെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാം. ഈ റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസാണ് GTPയും NADHും. ഇത് രണ്ടും ഇൻഹിബിറ്റ് ചെയ്യും. ആക്ടിവേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസാണ് ADPയും NAD+. മാറിപ്പോകരുത്. ഇൻഹിബിറ്റഡ് ബൈ GTP ആൻഡ് NADH, ആക്ടിവേറ്റഡ് ബൈ ADP ആൻഡ് NAD+. ഇനി എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഗ്ലൂട്ടാമേറ്റ് കോൺസെൻട്രേറ്റഡ് വിത്ത് നൈട്രജൻ ഫ്രം ട്രാൻസാമിനേഷൻ
ഈസ് ദി പ്രൈമറി സബ്സ്ട്രേറ്റ് ഫോർ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ ലിങ്കിങ് ദി ടു പ്രോസസ്. അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് എന്ത് ചെയ്യുന്നു? ട്രാൻസാമിനേഷൻ റിയാക്ഷൻ വഴി ഈ പറയുന്ന അമിനോ ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റോർ ഹൗസ് ആയിട്ട് മാറുകയാണ്. ദെൻ ഡീഅമിനേഷൻ്റെ ഒരു പ്രൈമറി സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു? ഈ ഗ്ലൂട്ടാമേറ്റ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരാളാണ് ആര്? ഈ പറയുന്ന ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡീഅമിനേഷനിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ.